Loga, another superhero movie from Malayalam cinema. Directed by Dominic Arun. കഥ തിരക്കഥ സംഭാഷണം അദ്ദേഹം തന്നെയാണ്. ദുൽഖർ സൽമാനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. നമുക്കറിയാം, ഒരു സൂപ്പർ ഹീറോ മൂവി അല്ലെങ്കിൽ ഒരു സൂപ്പർ വുമൺ മൂവി നമ്മൾ മിന്നൽ മുരളിക്ക് ശേഷമാണ് നമ്മൾ ഇത്തരത്തിലുള്ള പടത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ വേറിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ക്വാളിറ്റിയും കൂടി പൊക്കണ ഒരു സാധനം വന്നാലോ. ഓണത്തിന് ഇറങ്ങിയ 3 സിനിമകളിൽ ഞാൻ ആദ്യം കണ്ട ലോകയാണ്. അതിന്റെ റീസൺ ഒന്നുമല്ല, എന്നെക്കാളും വലിയ ഒരു മൂവി ലവറാണ് എൻ്റെ അനിയത്തി. ഇന്നലെ അവള് 2 സിനിമ കണ്ടു. ഒന്ന് ലോകയും കണ്ടു, ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം കണ്ടു. അവളോട് ആദ്യം പറഞ്ഞത് എന്നോട് ഈ ലോക കാണാനാണ്. പക്ഷെ അവനോട് വേറെ കാര്യം പറഞ്ഞിരുന്നു, ഈ ലോക കാണുമ്പോൾ ഒറ്റയ്ക്ക് കാണരുത്, മകൻ റയാനെ കൂടി കാണണം. അറിയോ? അപ്പൊ ഞങ്ങൾ 2 ആളുമാണ് ഈ സിനിമയ്ക്ക് പോയത്. ഞങ്ങളിന്ന് ഷാർജ സിറ്റി സെന്ററിലാണ് ഈ സിനിമ കണ്ടത്. ഏകദേശം 62 ദിറംസ് ടിക്കറ്റ് റേറ്റ് വരും. നമ്മൾ ഇസാദ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഫസ കാർഡോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. നമുക്ക് ഏകദേശം 52 ദിറംസിന് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. നോർമൽ പ്രേക്ഷകനോട് ചോദിക്കുന്ന ലെവലില് നമുക്ക് അറിയാനോട് ചോദിച്ചു നോക്കുക. അറിയോ, എനിക്ക് സിനിമ ഇഷ്ടമായോ? ഇഷ്ടപ്പെടും അല്ലേ? ലൈക്ക് ഒരു നമ്മൾ സാധാരണ സിനിമനെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് നോക്കണം. സ്ക്രിപ്റ്റ് വൈസിൽ എനിക്ക് ഇഷ്ടമായ സിനിമ ഇഷ്ടപ്പെട്ട്. പിന്നെ ക്യാമറ, BGM എങ്ങനെയുണ്ട്? സൂപ്പർ. എല്ലാം സൂപ്പർ ഒന്നല്ല, ശരിക്കും എന്റെ ഉള്ളിലുള്ള കാര്യം പറയും. 10 ഔട്ട് ഓഫ് മറ്റേ മാർക്ക് 10 ഔട്ട് ഓഫ് 10 കൊടുത്തു കഴിഞ്ഞാൽ മോശമല്ലടാ അല്ലേ? കൈ കൊടുത്തില്ലല്ലോ. ഓക്കെ. പിന്നെ ഈ സിനിമയില് നായിക കല്യാണി പ്രിയദർശൻ. നായിക എന്നല്ല, ശരിക്കും മെയിൻ സെന്റർ ഓഫ് ദ ക്യാരക്ടർ കല്യാണി പ്രിയദർശനാണ്. കല്യാണി പ്രിയദർശൻ പോർട്രേ ചെയ്തതും അഭിനയിച്ചതും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവർ ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നെസ്ലനാണ് ഇതിലെ നായകൻ. നമുക്കറിയാം, നെസ്ലൻ പ്രേമലൂരെ ആ ഒരു സ്ട്രാറ്റജിയാണ് പിടിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് നെസ്ലൻ ശരിക്കും ഒരു സാധാരണത്തിന്റെ സപ്പോർട്ടിങ് റോള് മാത്രമല്ലേ ശരിക്കും ഉള്ളൂ. നേരെ മറിച്ച് നെസ്ലും കൂടി വരികയാണ് റയ്യോ, സിനിമയ്ക്ക് ഒരു വേറെ ലെവല് കിട്ടി. ഏത് സിനിമ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്ന ഒരു മോഡലെത്തി. പിന്നെ കാരണം മിന്നൽ മുരളിക്ക് ശേഷമാണല്ലോ നമ്മളൊരു സൂപ്പർ ഹീറോ മൂവി കാണുന്നത്. അപ്പൊ അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം നമ്മളൊരു മൾട്ടി സ്റ്റാർ കുറച്ചും കൂടി ആൾക്കാർ വരുമ്പോൾ സിനിമ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടും. പിന്നെ വില്ലൻ ലിയോ കോഫി ഷോപ്പ്. കാരണം ലിയോ നിന്റെ ഫേവറേറ്റ് മൂവി അല്ലേ? ലിയോയിലെ കോഫി ഷോപ്പിലെ ഫൈറ്റ് ആരും മറക്കൂലല്ലോ. ആ കോഫി ഷോപ്പിലെ ഫൈറ്റില് ആ ഒരു ബീസ്റ്റ് മോഡ് സാധനല്ലേ വില്ലൻ, പുള്ളിയാണ് ഇതിലും വില്ലനായി ചെയ്തത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പുള്ളി നല്ല ഇതായില്ലേ. എനിക്ക് തോന്നുന്ന ആള് തമിഴനാണ്. പുള്ളി തമിഴ് ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. പിന്നെ ഡയറക്ടറെ സംബന്ധിച്ചോളം നല്ലൊരു ക്രാഫ്റ്റഡ് മൂവിയാണ്. പിന്നെ ഇതിൽ കുറച്ച് ഗസ്റ്റ് റോൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ആൾക്കാർക്ക് ഒരു സ്പോയിലർ ആവണ്ടല്ലോ. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം ഈ സിനിമയിൽ ആരൊക്കെ ഗസ്റ്റ് റോൾ ഉള്ളത്. ഞങ്ങൾ സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ഈ സിനിമക്ക് എനിക്ക് പേഴ്സണലായിട്ട് സിനിമ നല്ല കണക്ട് ആയി. നിനക്കോ? ഇഷ്ടപ്പെടുന്നു. നിനക്ക് ആൾക്കാരോട് എന്താ പറയാനുള്ളത്? മൂവി കണ്ടിട്ട് റിവ്യൂ കമന്റിൽ പറയാ. എന്റെ ഞാൻ റിവ്യൂ പറഞ്ഞ് കണ്ടിട്ടേ ഇവനും ആ ഒരു സെയിം ഡയലോഗാ പറഞ്ഞത്. അതൊന്നുമില്ല റിവ്യൂ. നമ്മൾ ഒരിക്കലും ആധികാരികമായിട്ട് സിനിമനെ നമ്മൾ വിധി പറയരുത്. അത് വിധി പറയേണ്ട ആൾക്കാരെ നമുക്ക് കണക്ടായോ ഇല്ലയോ നമ്മൾ പറയാം. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അവർക്ക് ഇഷ്ടമാണോ എല്ലാം എന്നുള്ള കാര്യം. പിന്നെ അൾട്ടിമേറ്റ്ലി നെപ്പോ കിഡ്സ് എന്താ എനിക്കറിയോ? നെപ്പോ കിഡ്സ് ആണ് സിനിമാ നടന്മാരെ മക്കള്. അതിലിപ്പം റീസെന്റ് സുരേഷ് ഗോപിയുടെ മകനെതിരെയൊക്കെ ഭയങ്കര പുള്ളി ഒരു സിനിമയിൽ അഭിനയിച്ച് പക്ഷെ മോശം റോളാണ് ചെയ്തത്. അപ്പൊ അതിനെതിരെ ആൾക്കാർ ഭയങ്കര രീതിയിൽ മോശം റിവ്യൂ ആണ് പുള്ളിക്കെതിരെ പറഞ്ഞത്. നമ്മൾ അനാഥരാണോ, നമ്മൾ ഗുണ്ടകല്ലാന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞ ഡയലോഗ് എടുത്ത് ഭയങ്കര കളിയാക്കുകയാണ്. അത് എന്റെ പേഴ്സണലി ഒപ്പീനിയനിൽ ടീസിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അറിയോ, നമ്മള് പിന്നെ ദുൽഖർ സൽമാന് ആരമോനാ? മമ്മൂട്ടി. പിന്നെ ഈ സിനിമയിലെ കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ ആള് ഈ അറിയില്ല. പ്രിയദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ മകളാണ്. പിന്നെ ഇതിലുള്ള സലീം കുമാർ മലയാള സിനിമയിലെ ഒരു ഹാസ്യതാരുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരൊക്കെ ശരിക്കും നെപ്പോ കിഡ്സ് ലെവലിൽ പറയാം. പിന്നെ ഫാദ് ഫാസിൽ അറിയില്ലേ? ഫാദ് ഫാസിൽ ആരംഭ ഫാസിൽ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ മകനാണ്. ഫാദ് ഫാസില് കയ്യെത്തും ദൂരത്തില് വളരെ മോശമായി ചെയ്തത്. ദുൽഖർ സൽമാൻ ഫസ്റ്റ് മൂവി സെക്കൻഡ് ഷോ അതിലും വളരെ മോശമായി ചെയ്തത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് അറിയോ, നമ്മൾ നെപ്പോ കിഡ്സിനൊന്നും കണ്ടമാനം കുറ്റപ്പെടുന്നത് ശരിയാണോ? നല്ല അവര് നല്ല ഇതിൽ വരട്ടെ. ഇപ്പൊ ഈ ഒരു ടീസിങ് ഉണ്ടല്ലോ, ഈ ടീസിങ് ശരിക്കും ചെയ്യുന്നത് അവര് നന്നാൻ വേണ്ടിയിട്ടാണോ അവർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പം ഫഹദ് ഫാസിൽ എന്ന വ്യക്തി തിരിച്ചു വന്നു, ദുൽഖർ സൽമാൻ എന്ന വ്യക്തി തിരിച്ചു വന്നു. സലീം കുമാറിന്റെ മകൻ മുമ്പ് അത്ര നല്ല റോളൊന്നും ആയിരുന്നു, പക്ഷെ പുള്ളി ഇപ്പൊ കമ്മിങ് ബാക്ക് ആണ്. അത്തരത്തില് എല്ലാരും വരട്ടെ. അത്തരത്തില് ദുൽഖർ സൽമാനും
കല്യാണ വേർഷനൊക്കെ നല്ല അടിപൊളി വർക്കാണ് ഈ സിനിമയിൽ ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.